ഹലോ മക്കളെ, നമുക്ക് മലയാളം അക്ഷരമാല പഠിച്ചാലോ? സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണ് അ. എന്താണ് അ? ആ എങ്ങനെയാണ് എഴുതാന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് റാ എങ്ങനെയാണ് എഴുതാന്ന് നോക്കിയാലോ? റാ എഴുതാനായിട്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ദാ ഇവിടെ നോക്കിക്കോ, നമ്മുടെ കുഞ്ഞനെലി ഇവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. കുഞ്ഞനെലി എങ്ങനെയാണ് ചാടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ദാ നോക്കി, ഇങ്ങനെ ചാടിയല്ലേ? ദാ ഒന്നും കൂടെ നോക്കിക്കോ, ഇങ്ങനെ. എങ്ങനെയാണ്? ഇങ്ങനെ. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞനെലി ചാടുന്നത് അല്ലേ? ഒന്നും കൂടെ മക്കൾ നോക്കിക്കേ, എങ്ങനെയാണ് ചാടിയത് കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റാ എന്ന് എഴുതുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ. എങ്ങനെയാ റാ എന്ന് എഴുതുക? ഇങ്ങനെ. കണ്ടോ? ഇങ്ങനെയല്ലേ നമ്മുടെ കുഞ്ഞനെലി ചാടിയിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ. എങ്ങനെയാ എഴുതുക? ഇങ്ങനെ. ഇങ്ങനെയാണ് നമ്മൾ റാ എന്ന് എഴുതുന്നത്. ഇനി മക്കൾക്ക് 3 എന്ന് എഴുതാൻ അറിയില്ലേ? എങ്ങനെയാണ് 3 എഴുതുക? 3 എന്ന് എങ്ങനെയാ എഴുതുക? അപ്പോൾ റാ എങ്ങനെയാ എഴുതുക? ഇങ്ങനെ. 3 എങ്ങനെയാ എഴുതുക? ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റായും 3ഉം ഒരുമിച്ച് എഴുതിയാലോ? എങ്ങനെയാണ്? ദാ ഇങ്ങനെ റാ എഴുതി 3 എഴുതി. എങ്ങനെയാണ്? റാ എഴുതി 3 എഴുതി. റാ എഴുതി 3 എഴുതി. സിമ്പിൾ അല്ലേ മക്കളെ? ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു റാ കൂടെ നമുക്ക് എഴുതണം. ഒരു റാ കൂടെ എഴുതണം. എങ്ങനെയാ എഴുതേണ്ടത്? ദാ ഇതിനോട് ചേർത്ത് ഒരു റാ കൂടെ എഴുതണം. ഇതിനോട് ചേർത്ത് ഒരു റാ കൂടെ എഴുതണം. ഇതിനോട് ചേർത്ത് ഒരു റാ കൂടെ എഴുതണം. എഴുതിയോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു റാ കൂടെ എഴുതണം. എന്താ ചെയ്യേണ്ടത്? ഒരു റാ കൂടെ എഴുതി. ഒരു റാ കൂടെ എഴുതി. ഒരു റാ കൂടെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഉള്ളിലേക്ക് അതിൻ്റെ ഒരു കാല് ഉള്ളിലേക്ക് വെക്കണം. എങ്ങനെയാ വെക്കുക? ഉള്ളിലേക്ക് വെക്കണം. ഉള്ളിലേക്ക് വെക്കണം. ഉള്ളിലേക്ക് വെക്കണം. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ എന്ന് എഴുതുന്നത്. ഒന്നും കൂടെ എഴുതാം നമുക്ക്. ആദ്യം ഒരു റാ എഴുതി, 3 എഴുതി, പിന്നെയും ഒരു റാ എഴുതി, പിന്നെയും ഒരു റാ എഴുതി, ഉള്ളിലേക്ക് വരച്ചു. എന്താ പറയാ? നമുക്ക് ഒന്നും കൂടെ എഴുതാം. ആദ്യം ഒരു റാ എഴുതി, 3 എഴുതി, പിന്നെ ഒന്നും കൂടെ ഒരു റാ എഴുതി, പിന്നെ വീണ്ടും ഒരു റാ എഴുതി, ഉള്ളിലേക്ക് വരയ്ക്കണം. ആദ്യം ഒരു റാ എഴുതി, 3 എഴുതി, വീണ്ടും ഒരു റാ എഴുതി, വീണ്ടും ഒരു റാ എഴുതി, ഉള്ളിലേക്ക് വരയ്ക്കണം. എന്താ വായിക്കുക? അപ്പം ഇന്ന് നമുക്ക് ആ എന്ന് പറയുന്ന അക്ഷരമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഇത് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാലേ നമുക്ക് അടുത്ത ദിവസം അടുത്ത അക്ഷരം പഠിക്കണ്ടേ? അടുത്ത ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആ എന്ന അക്ഷരമാണ്. അപ്പോൾ ഈ ആ എന്ന് പറയുന്ന അക്ഷരം വെച്ച് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചാലോ? നമ്മൾ എന്നും വിളിക്കാറുള്ള, എന്നും പറയാറുള്ള വാക്കുകൾ എങ്ങനെയാണ് ആ വെച്ച് എഴുതുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടാലോ? ദാ നോക്കിക്കോ, ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ. ആ വെച്ച് ആരാ ഉള്ളത്? അമ്മ. എന്താ വായിക്കുക?
അമ്മ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ആ ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ദാ നോക്കിക്കേ, ആ എഴുതിയിരിക്കുന്നത് കണ്ടോ? എങ്ങനെ എഴുതിയത്? ആദ്യം ഒരു റാ എഴുതി, പിന്നെ 3 എഴുതി, പിന്നെയും ഒരു റാ എഴുതി, പിന്നെ ദാ റാ എഴുതി ഉള്ളിലേക്ക് വരച്ചു. ആ, അമ്മ. അതുപോലെ ആ വെച്ച് വേറൊരെണ്ണം നോക്കിയേ, അണ്ണാൻ. അണ്ണാനെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അല്ലേ? അണ്ണാൻ. ഇതിലെ ആദ്യത്തെ അക്ഷരം ഏതാ മക്കളെ? ആ എന്നാണ്. അപ്പൊ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണ് ആ. എഴുതാനായിട്ട് എങ്ങനെ എഴുതാ? റാ വരച്ചു, 3 വരച്ചു, വീണ്ടും റാ വരച്ചു, വീണ്ടും റാ വരച്ച് ഉള്ളിലേക്ക് എഴുതാം. അടുത്ത അക്ഷരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.